വിമൻ ഇന്ത്യ മൂവ്മെന്റ് കൺവെൻഷൻ നടത്തി. വിമൻ ഇന്ത്യ മൂവ്മെന്റ് പൂഞ്ഞാർ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ ഈരാറ്റുപേട്ട മുനിസിപ്പൽ പ്രവർത്തക കൺവെൻഷൻ പുത്തൻപള്ളി കൺവെൻഷൻ ഹാളിൽ ചേർന്നു. വിമൻ ഇന്ത്യ മൂവ്മെന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇർഷാന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഈരാറ്റുപേട്ട മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് അമീന നൌഫൽ അധ്യക്ഷത വഹിച്ചു. SDPI ജില്ലാ വൈസ് പ്രസിഡന്റ് അൽത്താഫ് ഹസൻ, വിമൻ ഇന്ത്യ മൂവ്മെന്റ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഷെഫി സമീർ, പൂഞ്ഞാർ മണ്ഡലം പ്രസിഡന്റ് ഷൈല റഷീദ്, കോട്ടയം ജില്ലാ ട്രഷറർ സബിത സത്താർ, പൂഞ്ഞാർ മണ്ഡലം സെക്രട്ടറി നിഷ സെയ്ഫുള്ള, മണ്ഡലം വൈസ് പ്രസിഡന്റ് ഹസീന ഷുഹൂദ്, മണ്ഡലം ട്രഷറർ മുബീന സിനാജ്, കമ്മിറ്റി അംഗങ്ങളായ റസീന ഹലീൽ, ബിഫാന സുൽത്താൻ, ഈരാറ്റുപേട്ട മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് റസിയ ഷഹീർ, നഗരസഭാ കൗൺസിലർമാരായ ഫാത്തിമ മാഹിൻ, ഫാത്തിമ ഷാഹുൽ, നൌഫിയ ഇസ്മായിൽ, നസീറ സുബൈർ, തീക്കോയി ഗ്രാമപഞ്ചായത്ത് മെമ്പർ നജിമ പരിക്കൊച്ച് എന്നിവർ സംസാരിച്ചു. സുമയ്യ ലഹറുദ്ദീൻ സ്വാഗതവും സുഫീന ബഷീർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ഈരാറ്റുപേട്ട. ഈ തിന്മകളൊന്നും മിണ്ടാതിരുന്നിങ്ങനെ കേട്ടാൽ ഓരോന്നും നമ്മുടെ ജീവിതത്തിലേക്ക് വരും, നമ്മുടെ കുടുംബങ്ങളിലേക്ക് വരും, നമ്മുടെ സമൂഹത്തിലേക്ക് വരും. ധാർമ്മിക മൂല്യമുള്ള ഒരു തലമുറ വാർത്തെടുക്കും. എറണാകുളം ജില്ലയിലെ മഹാരാജാസിലെ ആ കോളേജിൽ ആണിനും പെണ്ണിനും ഒരേ ബാത്റൂമാണ്. സൗകര്യമായി ഇതിൽ ഇടപെടൽ നടത്തേണ്ടവരാരാണ്? പാരൻസ് ആയ മാതാപിതാക്കളായ നമ്മളാണോ? ഇല്ലേ? അവിടെ അങ്ങനെ ഒരു പ്രതിഷേധമേ ഇല്ല, ഒന്നും ഒരു പ്രശ്നമില്ല. ഇതിനൊക്കെ മുൻകൈ എടുത്തിറങ്ങുക. അവിടെ പലതിനെയും ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് സാധിക്കും. നമ്മളെ കൊണ്ടാകുന്ന വിധത്തില് നടക്കുന്ന അനീതികൾക്കെതിരെ ഇപ്പൊ വോട്ടർ പട്ടികയില് ഇനിയിപ്പോ ബീഹാറിൽ കണ്ടില്ലേ, 65 ലക്ഷം ജനങ്ങളാണ് വോട്ടർ പട്ടികയിൽ നിന്നും പുറന്തള്ളപ്പെട്ടിരിക്കുന്നത്. 65 ലക്ഷം. ഇതെവിടെയൊക്കെ വരാൻ പോവേണ്ടി? കഴിഞ്ഞ ദിവസം കാണാറില്ലേ? കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇത് ഇനി സർവേ ആയിട്ട് ഇറങ്ങും. അപ്പൊ ബീഹാറിലെ റേഷൻ കാർഡോ ആധാറോ കാണിച്ചാല് എന്താ വോട്ട് ചെയ്യാൻ പറ്റൂല. എന്ത് വേണം? അവര് പറയുന്ന രേഖകള് സമർപ്പിക്കണം. ഇത് NRC CAA